കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് അരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. സ്നേഹത്തിൽ നിലനിൽക്കുക, യേശുവിന്റെ സുഹൃത്തുക്കൾ ആവുക. ഹൃദയസ്പർശിയായ ഒരു കഥ. ഒരു ഗ്രാമത്തിൽ വളരെ ദരിദ്രനായ ഒരു ബാലനുണ്ടായിരുന്നു. അവന് പഠിക്കുവാനുള്ള ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പുസ്തകങ്ങൾ വാങ്ങുവാൻ പണമില്ലായിരുന്നു. അത് മനസ്സിലാക്കിയ ഒരു അധ്യാപകൻ സ്വന്തം ശമ്പളത്തിൽ നിന്ന് പുസ്തകങ്ങളും യൂണിഫോമും വാങ്ങിക്കൊടുത്തു. വർഷങ്ങൾക്ക് ശേഷം ആ ബാലൻ ഒരു ഡോക്ടറായി. ഒരു ദിവസം അസുഖബാധിതനായ ആ അധ്യാപകനെ ചികിത്സിക്കേണ്ടി വന്നത് ആ ഡോക്ടർക്കായിരുന്നു. ചികിത്സയ്ക്ക് ശേഷം അധ്യാപകൻ ഫീസ് നൽകുവാൻ ശ്രമിച്ചപ്പോൾ ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാർ, ഈ കടം ഞാൻ ഒരിക്കലും വീട്ടാനാവില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. യഥാർത്ഥ സ്നേഹം പ്രതിഫലം പ്രതീക്ഷിക്കില്ല. അത് ജീവിതങ്ങളെ മാറ്റിമറിയും. അതാണ് യേശു നമ്മെ പഠിപ്പിക്കുന്ന സ്നേഹം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക, ഈ ഭാഗത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നതും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നാണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് സ്നേഹമാണ്. വാക്കുകളിലെ സ്നേഹമല്ല, പ്രവൃത്തികളിലെ സ്നേഹമാണ് യേശു ആഗ്രഹിക്കുന്നത്. സ്വന്തം സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം മറ്റൊന്നുമില്ല. ക്രൂശിൽ യേശു ഈ സ്നേഹം പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. അതുകൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനി മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും ക്ഷമിക്കുകയും സഹായിക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്യും. യേശു വീണ്ടും പറഞ്ഞു, ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല, സുഹൃത്തുക്കൾ എന്നാണ് വിളിക്കുന്നത്. എത്ര വലിയ അനുഗ്രഹം! സകല പ്രപഞ്ചത്തിന്റെയും നാഥൻ നമ്മെ തന്റെ സുഹൃത്തുക്കളായി സ്വീകരിക്കുന്നു. എന്നാൽ ആ ഹൃദയം നിലനിൽക്കേണ്ടത് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെയാണ്. ഈ ലോകം വിദ്വേഷവും സ്വാർത്ഥതയും കൊണ്ട് നിറയുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ സ്നേഹത്തിന്റെ, ക്ഷമയുടെ, കരുണയുടെ, സേവനത്തിന്റെ അടയാളമാകണം. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എന്റെ കുടുംബത്തിൽ ഞാൻ സ്നേഹം വളർത്തുന്നുണ്ടോ? എന്നെ വേദനിപ്പിച്ചവരോട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ടോ? യേശുവിന്റെ യഥാർത്ഥ സുഹൃത്തായി ഞാൻ ജീവിക്കുന്നുണ്ട്. സ്നേഹത്തിൽ നിലനിൽക്കുന്നവരാണ് ദൈവത്തിൽ നിലനിൽക്കുന്നത്. സ്നേഹിക്കുന്ന ജീവിതമാണ് ഏറ്റവും വലിയ സാക്ഷ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിന്റെ ഉറവിടമായ കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്വാർത്ഥതയും അഹങ്കാരവും അസൂയയും വിദ്വേഷവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് നീക്കണമേ. അങ്ങയുടെ യഥാർത്ഥ സുഹൃത്തുക്കളായി ജീവിക്കുവാനും അങ്ങയുടെ കൽപ്പനകൾ വിശ്വസ്തയോടെ പാലിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണം. ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കുവാനും സഹായിക്കേണ്ടിടത്ത് സഹായിക്കുവാനും സ്നേഹിക്കേണ്ടിടത്ത് മടി കൂടാതെ സ്നേഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇടവകയിലും സമൂഹത്തിലും സമാധാനവും ഐക്യവും നിറയട്ടെ. ഞങ്ങളുടെ ജീവിതം കാണുന്നവർ അങ്ങയുടെ സ്നേഹം അനുഭവിക്കുന്ന വിധം ഞങ്ങളെ മാറ്റണമേ. ഇതെല്ലാം ഞങ്ങളുടെ കർത്താവ് ആയ യേശു ക്രിസ്തുവിലൂടെ അപേക്ഷിക്കുന്നു. ആമേൻ.